വൈക്കത്ത് മത്സരിക്കുമ്പോൾ വിജയ പ്രതീക്ഷകൾ എത്രമാത്രമാണ്? എനിക്ക് 100% വിജയപ്രതീക്ഷയാണ്. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് രാത്രിയും പകലും ഇല്ലാത്ത വലിയ സൗഹൃദങ്ങൾ ഇവിടെയാണ്. പിന്നെ എന്നെ സ്നേഹിക്കുന്ന ആൾക്കാർ, ഞാൻ 40 വർഷമായി പാർട്ടി പ്രവർത്തിച്ചല്ലേ, അപ്പം ഞാൻ ചെയ്ത നിലപാട് അവർക്കറിയാം. എല്ലാവരും നമുക്കിങ്ങനെ പറയാൻ പറ്റില്ല എന്ത് കാരണത്തിലാണ് ഞാൻ പോകുന്നതെന്നും അതിൻ്റെ അകത്തളത്തിലുണ്ടായ പ്രശ്നങ്ങൾ എന്താണെന്നും ഞാൻ ഉന്നയിച്ച വിഷയങ്ങളല്ലാതെ വേറെ വിഷയങ്ങൾ എന്നതുണ്ട്. അതൊന്നും ഒരു പൊതുസമൂഹത്തിൽ പറയാൻ പറ്റുന്നതല്ല. അപ്പം എന്നെ സ്നേഹിക്കുന്ന, ജീവിതം അവസാനം വരെയും ഇതിനകത്താക്കി മാറ്റിവെച്ചിരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവരെല്ലാം എന്നെ സഹായിക്കും. അവരുടെയൊക്കെ പിന്തുണ ഉണ്ടാകും, വോട്ടായിട്ട് മാറും. പിന്നെ ഈ മറ്റു രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഉണ്ടല്ലോ ഇവിടെ എല്ലാവരും, അവർ കമ്പയർ ചെയ്യില്ല. അവർ ഇപ്പോൾ ഞാനൊരു 10 വർഷക്കാലം MLA ആയിരുന്നു. ഇപ്പം ഞാൻ ചീത്തയാണെന്ന് അവരൊക്കെ പറയുന്നത്, എനിക്കൊരു കഴിവില്ലായിരുന്നു തന്നെ. പക്ഷേ ഞാൻ കൊണ്ടുവന്ന വികസന പ്രക്രിയകൾക്കപ്പുറം ഒരു വികസന പ്രക്രിയയും ഇവിടെ ആർക്കും കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. ഇത് പ്രധാനപ്പെട്ട ഒരു DYSP ഓഫീസ്, ഫയർ സ്റ്റേഷൻ, ഇവിടുത്തെ ആശുപത്രി, ഇവിടുത്തെ പ്രധാനപ്പെട്ട റോഡുകൾ, ഇവിടുത്തെ പ്രധാനപ്പെട്ട പാലങ്ങൾ, ഇതെല്ലാം എൻ്റെ കൈമുദ്രയുണ്ട് ഇതിനകത്ത്. ഞാൻ കൊണ്ടുവന്ന് ഞാൻ നടപ്പിലാക്കിയെടുത്താണ്. ഇപ്പോൾ ഇവിടെ ഒരു കോട്ടയം ആഘോഷിക്കുന്ന സോളാർ ബോട്ട്, ഇന്ത്യയിലെ ഏറ്റവും ആദ്യത്തെ സോളാർ ബോട്ടാണ് വൈകുന്നത്. ആ സോളാർ ബോട്ട് വന്നത് എൻ്റെ കാലഘട്ടത്തിലാണ്. ഒരു സുപ്രഭാതത്തിൽ സോളാർ ബോട്ട് വെള്ളത്തിൽ ഇറങ്ങി ഓടിയല്ലോ, അതിന് പുറകിലൊരു എഫർട്ട് ഉണ്ടല്ലോ, ആളോട്ട് ഒരു പണിയെടുത്തിട്ടുണ്ടല്ലോ. ഞാൻ പണിയെടുത്ത് കൊണ്ടുവന്നത് എല്ലാ കാര്യങ്ങളും നമ്മളുണ്ട്. അതുകൊണ്ട് തന്നെ അതെല്ലാം നമുക്ക് അനുകൂല ഘടകങ്ങളാണ്. BJPയുടെ ഒരു മെമ്പർഷിപ്പ് പരിശോധിച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ഒരു 50 വയസ്സ് താഴെയുള്ള ആൾക്കാരാണ് കൂടുതൽ മെമ്പർഷിപ്പിലുള്ളത്. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മെമ്പർഷിപ്പ് പരിശോധിച്ച് കഴിഞ്ഞാൽ അതെല്ലാം 60 വയസ്സിന് മുകളിലുള്ളവരാണ്. ഈ 60 വയസ്സിൻ്റെ മുകളിലുള്ളവരുടെ 2 തലമുറ ഇതിനകത്തുണ്ട്. അവരെവിടെയാണെന്ന് അവർ പരിശോധിക്കുന്നില്ല. അവരെല്ലാം BJPയിലേക്ക് പോയി. എന്തുകൊണ്ടാണ് എൻ്റെ കുടുംബത്തിൽ നിന്ന് ഞാൻ എൻ്റെ പാർട്ടിയിൽ നിൽക്കുമ്പം എൻ്റെ മക്കൾ എന്താ പാർട്ടിയിലേക്ക് വരാതെ? അത് മാതൃക കാണിക്കൊണ്ട് കൊടുക്കേണ്ട ആരാ? അതിന് മാതൃക കാണിക്കൊണ്ട് കൊടുക്കേണ്ട പാർട്ടിയുടെ സ്റ്റേറ്റ് സെക്രട്ടറി മാതിരി ഇങ്ങോട്ട് വരണ്ടേ? ഏതെങ്കിലും പാർട്ടി സ്റ്റേറ്റ് സെക്രട്ടറിയുടെ മക്കൾ ഈ പാർട്ടി ഇടത്തുണ്ടോ? ഏതെങ്കിലും പാർട്ടി സെക്രട്ടറിയുടെ മന്ത്രിമാരുടെ മക്കൾ ഈ പാർട്ടി ഇടത്തുണ്ടോ? പാർട്ടിയുടെ ഒത്ത് നിൽക്കാൻ അവർക്ക് താല്പര്യം വേണ്ടേ? അവരവരുടെ കുട്ടികളെ സേഫാക്കാൻ നോക്കി. മറ്റു കുട്ടികളോട് പറഞ്ഞ് നിങ്ങൾ സമരം ചെയ്തു, നിങ്ങളുടെ കീഴ് തുറന്നു. അങ്ങനെയൊക്കെയാണ് ഞാനും പോയി ജയിലിൽ കിടന്നത്.